ഹായ് കുട്ടീസ്, ദി 5 എൻഡിൽ വരുന്ന കുറച്ച് നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് എങ്ങനെ നമുക്ക് ട്രിക്കിലൂടെ കണ്ടുപിടിക്കാമെന്ന് നോക്കിയാലോ. ദി 5ന്റെ സ്ക്വയർ എത്രയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അല്ലേ. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 × 5 ആണ്. സോ 5 × 5 എന്ന് പറഞ്ഞാൽ 25 ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആൻസർ ആണ്. സോ ഇതുപോലെ തന്നെ 5 എൻഡിൽ വരുന്ന 15, അതുപോലെ തന്നെ 25, 35 ഇതുപോലത്തെ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് എങ്ങനെയായിരിക്കും നമ്മൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ബോർഡിൽ നിങ്ങൾ 25ന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് കാണുന്നുണ്ടായിരിക്കും അല്ലേ. സോ എൻ്റെ കുട്ടികൾ ആദ്യമേ ഉറപ്പിച്ചോളാം, 5 എൻഡിൽ വരുന്നുണ്ടെങ്കിൽ ആൻസറിൽ എന്തായാലും 25 ഉണ്ടായിരിക്കും. സോ നിങ്ങൾ ആകെ നോക്കേണ്ടത് നമ്മളെ ഫസ്റ്റ് നമ്പറിലേക്കാണ്. സോ ഫസ്റ്റ് നമ്പർ ആരാണോ അതിന് തൊട്ട് മുൻപിലുള്ള നമ്പർ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 2യുടെ തൊട്ട് മുൻപിലുള്ളത് 3 ആണ്. സോ 3 കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 2 × 3 നമുക്ക് 6 എന്ന് കിട്ടും. സോ നമ്മളെ ആൻസർ 625 ആയിരിക്കും. ഇതുപോലെ തന്നെ നിങ്ങൾ അടുത്ത 35ന്റെ സ്കോർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിക്കേ. 5 എൻഡിൽ ഉണ്ടെങ്കിൽ ആൻസറിൽ എന്തായാലും 25 ഉണ്ടായിരിക്കും. സോ നമ്മൾ ഫസ്റ്റ് നമ്പർ ആയിട്ടുള്ള 3യോട് നമ്മൾ എന്ത് ചെയ്യുക, തൊട്ട് മുൻപിലുള്ള നമ്പർ ആയിട്ടുള്ള 4നെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ 4 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടൂടാ, 3 × 4 എന്ന് പറഞ്ഞാൽ 12 ആണ്. സോ നമ്മളെ ആൻസർ എന്ന് പറഞ്ഞാൽ 1225 ആയിരിക്കും. സോ ഇതുപോലെ തന്നെ ഇപ്പോൾ ബോർഡിൽ കാണുന്ന 85ന്റെ സ്കോർ എത്ര വരിക എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ട്രിക്കൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിലെ പുതിയ സിലബസിൻ്റെ അകത്തുള്ള ഓരോ ചാപ്റ്റേഴ്സും നിങ്ങളിപ്പോൾ സിമ്പിളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സോ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പാരൻസിനോടും അതുപോലെ ഫ്രണ്ട്സിനോടും നിങ്ങളുടെ ടീച്ചേഴ്സിനോടൊക്കെ ഞാനൊരു ഡോക്ടർ ആവാനാണ്, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവാനാണ്, അല്ലെങ്കിൽ ഒരു ടീച്ചർ ആവാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ടായിരിക്കും അല്ലേ. സോ നിങ്ങളുടെ ആഗ്രഹത്തിനോട് നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുന്നവരാണോ? അപ്പോൾ എന്തിനാണ് മിസ്സേ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുന്നത്? ഞാനിപ്പം 8th പഠിക്കുന്നത്, ഒരു 10th കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു +2 കഴിഞ്ഞിട്ടൊക്കെ അതിനുവേണ്ടി ചിന്തിച്ചാൽ പോരെ എന്ന് നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ ശരിക്കും പറയുവാണെങ്കിൽ ഈ ഒരു കുഞ്ഞു സമയത്തെ നിങ്ങൾ അതിനു വേണ്ടി ഒരു ചെറിയൊരു സമയം മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇനി വരാൻ പോകുന്ന എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസുകളും നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. സോ നമ്മളിപ്പോൾ പഠിക്കുന്ന 8ന്റെ സിലബസ് മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും കണ്ടന്റിൻ്റെ ഡെപ്ത് കൂടി വരികയാണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് എന്തായാലും ഉറപ്പിക്കാം, നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസുകളും ടഫ് ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസുകൾ ഈസി ആക്കാൻ വേണ്ടി സൈലം എൻ്റെ മക്കൾക്ക് കൊണ്ടുവന്ന ഒരു ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നമ്മളുടെ ഫാൽക്കൺ ബാച്ച്. അപ്പോൾ ഇതൊരു ഫൗണ്ടേഷൻ ബാച്ചാണ്. സോ നിങ്ങൾക്ക് ഇതേപോലുള്ള ട്രിക്കായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകളൊക്കെ എളുപ്പത്തിൽ അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ബെസ്റ്റ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ലൈവ് ക്ലാസ്സസും അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും ഒക്കെ നമ്മളുടെ ബാച്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുമാത്രമല്ല വീക്കിലി എക്സാംസുകളും അതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനും എല്ലാം നമ്മളെ ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓടി വന്ന് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളെ ഫാൽക്കൺ ബാച്ചിൽ നിങ്ങളെ സീറ്റ് എന്തായാലും ഉറപ്പിക്കുക. സോ ഡോക്ടർ ആവാനായാലും എഞ്ചിനീയർ ആവാനായാലും നിങ്ങളുടെ ഗോൾ അതെന്തോ ആയിക്കോട്ടെ, അത് അച്ചീവ് ചെയ്യാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. സോ ഫാൽക്കൺ ബാച്ചിലൂടെ ഈ ഒരു അക്കാദമിക് ഇയർ നമുക്ക് അടിപൊളിയാക്കി തീർക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. ബൈ ബൈ.